താമരശ്ശേരി ചുരത്തിൽ ലോറി ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. കാറിലെത്തിയ യുവാക്കൾ ഡ്രൈവറെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. ലോറി ഡ്രൈവറുമായുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ സുരേഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. രാഹുൽ, കാറിൻ്റെ പുറത്തൊക്കെ കയറി നിന്നാണ് ലോറി ഡ്രൈവറുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കാര്യം ചെറുപ്പക്കാരൊക്കെ തന്നെ ഇപ്പോൾ എനിക്കറിയില്ല, എല്ലാ ചെറുപ്പക്കാരും അങ്ങനെയല്ല, പക്ഷേ സഹിഷ്ണുത കുറയുന്നു നമ്മുടെ ചെറുപ്പക്കാർക്ക്. എടുപെടേന്നാ കാര്യങ്ങൾ. താമരശ്ശേരി ചുരത്തിൽ ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കാറിലെ യുവാക്കളും ഈ ലോറി ഡ്രൈവറും തമ്മിൽ ആദ്യം ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. താമരശ്ശേരി ചുരത്തിന് മുകൾ ഭാഗത്ത് വെച്ചാണ് ആദ്യം ഈ കാറിലെ യുവാക്കളും ലോറി ഡ്രൈവറും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു ഇത്. അതിന് പിന്നാലെ ഈ ലോറിയും കാറും രണ്ടിടങ്ങളിലേക്കായി പോയി. പിന്നീട് താമരശ്ശേരി വ്യൂ പോയിന്റിൽ വെച്ച് വീണ്ടും ഈ ലോറിയുടെ മുന്നിലെത്തിയ ശേഷം ഈ യുവാക്കൾ ലോറി ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഈ ലോറി ഡ്രൈവർ പറയുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഇതിന്റെ പിന്നിൽ വന്ന മറ്റൊരു വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളാണ് പകർത്തിയത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ 4ലധികം യുവാക്കൾ ഈ ലോറി ഡ്രൈവറെ മർദ്ദിക്കുന്നുണ്ട്. ഈ ലോറി ഡ്രൈവർ പുറത്തിറങ്ങുന്നില്ല, ലോറിക്ക് ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ യുവാക്കൾ കാറിന്റെ മുകളിൽ കയറിയും ഈ ലോറിയുടെ മുകളിൽ കയറി നിന്നുമാണ് ഈ ലോറി ഡ്രൈവറെ മർദ്ദിക്കുന്നത്. എന്താണെങ്കിലും ഈ ലോറി ഡ്രൈവറെയും കാറിലെ യുവാക്കളെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇരു വിഭാഗത്തെയും താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ലോറി ഡ്രൈവറുമായി സംസാരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്തും ശരീരത്തും ഉൾപ്പെടെ മർദ്ദനമേറ്റിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകും, അതിനുശേഷം ആശുപത്രിയിൽ ചികിത്സ തേടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അസഭ്യ വർഷവും ഇതിനിടയിൽ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്.